അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു ചോക്ലേറ്റ് ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിലൊട്ടാകെ. ഈ കാണുന്നതാണ് ബഹൂളിലെ മെയിൻ ഹൈവേ. ഈ ഹൈവേയിലൂടെയാണ് ഞങ്ങൾ ചോക്ലേറ്റ് ഹിൽസിലേക്ക് പോകുന്നത്. അപ്പം ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ വൈഫൊക്കെ വണ്ടിയിലുണ്ട്. അതുകൂടാതെ വൈഫിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മക്കളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിതാ ചോക്ലേറ്റ് ഹിൽസ് കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു സിറ്റി കിട്ടി. അപ്പോൾ അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ബേക്കറി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബേക്കറി കണ്ടത്. അർബീസ് എന്ന് പറഞ്ഞ ബേക്കറിയാണ്. അപ്പോൾ ഞങ്ങളവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി ബേക്കറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ബേക്കറിയിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡോണറ്റ്സ് ആണ് ഓർഡർ ചെയ്തത്. അതുകൂടാതെ കോക്കനട്ട് ഫില്ലിംഗ് ഉള്ള ബെന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. ഫിലിപ്പീൻസിൽ എവിടെയും ഇതേമാതിരിക്കുള്ള ഒരുപാട് ബേക്കറീസ് ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതേമാതിരിക്കുള്ള ബേക്കറി ഐറ്റംസാണ് കഴിക്കുന്നത്, ബെൻ ഐറ്റംസ്. അങ്ങനെ ബേക്കറി കടയിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പബ്ലിക് മാർക്കറ്റ് കണ്ടത്. അപ്പം ഞാനും വൈഫും പാടെ അവിടെ ഒന്ന് കയറാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. അപ്പം ഞാനും എൻ്റെ വൈഫും പാടെ എൻട്രൻസിലൂടെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. കുട്ടികളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, കുട്ടികൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കയറി ചെന്നപ്പോൾ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. ഗ്ലാസ് ഉണ്ട്, ക്യാപ്പുണ്ട്, അതേമാതിരി ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ രാവിലെയാണ്, നേരത്തെ എത്തിയത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്നും മാങ്ങ വാങ്ങിയിട്ടോ, 1 കിലോ മാങ്ങ വാങ്ങി. ഇവിടെ ഈ മാങ്ങക്ക് പറയുന്നത് ഇന്ത്യൻ മാങ്ങ എന്നാണ്. ഇപ്പം ഞങ്ങൾ 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അത് കട്ട് ചെയ്യാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കട്ട് ചെയ്യണത്. നല്ല മഞ്ഞ കളറാട്ടോ ഈ മാങ്ങക്ക്, നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1 കിലോ വാങ്ങിയത്. ഈ മാങ്ങക്ക് ഇവിടെ 150 രൂപ കേട്ടോ. നമ്മളെ നാട്ടിൽ ഏകദേശം 225 രൂപ കിട്ടാം. അപ്പോൾ അവരവിടെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് തിന്ന് നോക്കണം. മാങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരം കേട്ടോ. ഈ മാങ്ങക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം നടുക്ക് എത്തിയപ്പോൾ നല്ല മധുരമാണ്. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് മാങ്ങ വാങ്ങിയിട്ട് ഞാനിതാ പോവുകയാണ്. ഇനി വണ്ടിയിൽ പോയിട്ട് കുട്ടികൾക്ക് മാങ്ങ കൊടുക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാങ്ങയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് ബ്രെഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതാ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ചോക്ലേറ്റ് ഹിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നിടയ്ക്കാണ് റൈറ്റ് സൈഡിലായിട്ട് കുറേ മൊട്ടക്കുന്ന് കാണാൻ പറ്റിയത്. നമ്മുടെ നാട്ടിലെ ഊട്ടിയിലേക്ക് കാണാവുന്ന മൊട്ടക്കുന്നാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെയുണ്ട് ഇത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് ഓട്ടോറിക്ഷ. ചോക്ലേറ്റ് ഹിൽസിൻ്റെ ഏരിയ. ടിക്കറ്റ് താഴെയാണ്. താഴെ നിന്ന് വാങ്ങിയിട്ട് വേണം മുകൾക്ക് വരാൻ. ഞാൻ എൻട്രൻസിലേക്ക് കാണിച്ചെന്നാണ്. ഇനി മുകൾക്ക് പോകണം. അങ്ങോട്ട് കയറി പോകണം. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലാണ് നല്ല ടോപ്പ് വ്യൂ കിട്ടുള്ളൂ. അപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. കാർസോൻ വെയിറ്റ്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ലെറ്റ്സ് ഗോ. താഴെന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഇങ്ങോട്ട് വരാൻ. നമുക്ക് വണ്ടി താഴെ തന്നെ പാർക്ക് ചെയ്യണം. അവിടുന്ന് ഒരു സർവീസ് ഉണ്ട് ചോക്ലേറ്റ് ഹിൽസിലേക്ക് എത്താൻ. ഇതാണ് അതിൻ്റെ മുകളിൽ കയറുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ ഈ എൻട്രൻസും എക്സിറ്റായിട്ട് 2 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഇപ്പോൾ ഞാനിതാ ചോക്ലേറ്റ് ഹിൽസിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇപ്പോൾ ഞാൻ എൻട്രൻസ് ഏരിയയിൽ കൂടെ ഇതാ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചോക്ലേറ്റ് ഹിൽസിൻ്റെ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അവിടെ നിന്നാണ് ശരിക്കും പോലെ കാണാൻ പറ്റുക.
ഒരു 50 സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. ചില വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാം. വയസ്സായതല്ല, എന്നെ പോലത്തെ റെസ്റ്റ് ചെയ്യാം അവിടെ. അങ്ങനെ ഫൈനലിൽ ഞങ്ങൾ ബോഹോളിലെ ചോക്ലേറ്റ് ഹിൽസിൻ്റെ മുകളിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിയാൽ ഒരുപാട് വ്യൂസ് കിട്ടും ഈ ചോക്ലേറ്റ് ഹിൽസിൻ്റെത്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങളിതാ മുകളിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഹിൽസിൻ്റെ മലകൾ കാണിച്ചു തരാം. ആ കാണുന്ന കുഞ്ഞു മലകളാട്ടാം ഏകദേശം 1268 മുതൽ 1776 വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓരോന്നിനും 30 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉയരമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഏകദേശം 50 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന കുഞ്ഞ് കോണാകൃതിയിലുള്ള മലകളുണ്ടല്ലോ, വർഷക്കാലത്ത് പച്ചപ്പ് പൊതിഞ്ഞ പുല്ലുകൾ കൊണ്ട് അതിമനോഹരമായിരിക്കും. പക്ഷേ വേനൽക്കാലത്ത് ഇതിന് തവിട്ട് നിറമാണ്. അതുകൊണ്ടാണ് ഇതിനെ ചോക്ലേറ്റ് ഹിൽസ് എന്ന് വിളിക്കുന്നത്. ഏകദേശം തവിട്ട് നിറമാകുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ വരുന്നത്. ബാക്കിൽ കാണുന്ന ഒരു ഡീപ്പ് വെല്ലാണ്. അതിൽ കോയിൻസ് ഇട്ടിട്ട് വിഷ് ചെയ്യാണ്. ഇത് ബെല്ലടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവിടെ ഒരു വിശ്വാസമാണ്. അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ അങ്ങനെ ഇതാ ചോക്ലേറ്റ് ഹിൽസിൻ്റെ വ്യൂ പോയിൻ്റിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല സ്ലിപ്പ് ഔട്ടാണ്. നല്ല പിടിച്ചു വേണം ഇറങ്ങാൻ. ഇറങ്ങുന്ന ഭാഗം നല്ല മിനുസായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ചിറങ്ങണം. ഇപ്പം ഞാനും എൻ്റെ കുട്ടികളൊക്കെ പിടിച്ചാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ താഴേക്ക് എത്തി. അങ്ങനെ ചോക്ലേറ്റ് ഹിൽസിൽ കയറിയിട്ട് ഇറങ്ങുകയാണ്. പുറത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന ഭാഗത്ത് കുറച്ച് സ്ലിപ്പാവുന്നുണ്ട്. ബാക്കി അങ്ങനെ കയറുന്ന ഭാഗത്ത് കുറച്ച് റഫായിട്ടുള്ളത്. ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ല ചൂടാണ്. പക്ഷെ മുകളിൽ നല്ല കാറ്റുണ്ടായതുകൊണ്ട് അത്ര ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. സുഖമായിരുന്നു. എന്തായാലും ഒരിടത്ത് വന്ന് കാണാൻ പറ്റിയ സംഭവം തന്നെയാണ്. ചെറിയ ചെറിയ നമ്മുടെ മൂന്നാറിലെ മൊട്ടക്കുന്നൊക്കെ മാരിക്ക്, പക്ഷെ അത് ചെറുതാണ്. ഇത് നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടായതാണെന്ന് പറയുന്നത്. അങ്ങനെ ചോക്ലേറ്റ് ഹിൽസിൻ്റെ സർവീസിൽ തന്നെ ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. ഞങ്ങൾ മുകൾക്ക് വന്നതും ഇതേ സർവീസ് വാനിൽ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഹിൽസിൻ്റെ കുഞ്ഞുമലകൾ അവിടെ കാണാം. ഈ പോകുന്ന വഴിയിലൊക്കെ അതിമനോഹരമായിരിക്കും അത് കാണാൻ. ഞങ്ങൾ വന്നതും ഏകദേശം ഏപ്രിലാട്ടോ. അതുകൊണ്ടാണ് ഈ തവിട്ട് നിറം അതിനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.